അയ്യോ! അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് EBS വോളിയത്തിൻ്റെ സ്നാപ്‌ഷോട്ട് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം EBS സ്നാപ്‌ഷോട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നമ്മളുടെ EBS വോളിയത്തിൻ്റെ ബാക്കപ്പിനെയാണ് നമ്മൾ EBSൻ്റെ അകത്ത് സ്നാപ്‌ഷോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ EBS സ്നാപ്‌ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് EBS വോളിയംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പ് നമുക്ക് പീരിയോഡിക്കലിയോ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടോ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് EBSൻ്റെ അകത്തിരിക്കുന്ന സ്നാപ്‌ഷോട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. അത് ഇന്റേണലി AWS, Amazon S3 പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ നമ്മളത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് EBS സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം മാത്രം ചെയ്താൽ മതി. AWS അത് എവിടെ സ്റ്റോർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം AWS ഇന്റേണലി നോക്കിക്കോളും. ഓക്കെ. അപ്പം എന്തിനാണ് EBS ഒരു സ്നാപ്‌ഷോട്ട് എന്ന് പറയുന്ന ഫീച്ചർ തന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അല്ലേ? അപ്പം നമ്മൾ നോർമലി നമ്മളുടെ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് നമ്മളൊരു പർട്ടിക്കുലർ ഫയൽ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഇമേജ് എങ്ങാനും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളത് മോഡിഫൈ ചെയ്തു, സേവ് ചെയ്തു. പിന്നെയാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ലാസ്റ്റ് ചെയ്ത മോഡിഫിക്കേഷൻ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? നമ്മൾ ഓൾറെഡി ആ ഫയൽ മോഡിഫൈ ചെയ്തു പോയി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒരുപാട് വരാം. അതായത് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കോൺഫിഗറേഷനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്തേക്ക് നമുക്ക് മിസ്റ്റേക്കൺലി എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുമ്പിരിക്കുന്ന അതിൻ്റെ അവസ്ഥയിലേക്ക് പോവാൻ നമുക്ക് മോസ്റ്റ്ലി പറ്റത്തില്ല. അല്ലേ? അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന മിസ്റ്റേക്കൺലി ചെയ്തു പോകുന്ന സാധനങ്ങൾ ഭയങ്കര ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മളുടെ ഒരു വലിയ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫയൽ നമ്മൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മൾ കുറേ പേര് വർക്ക് ചെയ്യുന്നതാണ് ഒരു AWS അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലേ? അപ്പം ഇങ്ങനെയുള്ള മിസ്റ്റേക്കൺലി ഏതെങ്കിലും ഒരു ഫയൽ മോഡിഫൈ ചെയ്ത് അത് എൻ്റെ സിസ്റ്റത്തിനെ തന്നെ ബാധിക്കാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ മിസ്റ്റേക്കൺലി ആയിട്ടിരിക്കുന്ന മോഡിഫിക്കേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്കൺലി ഏതെങ്കിലും ഒരു ഫയൽ മോഡിഫൈ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ബാക്കപ്പ് ഉണ്ടെങ്കിൽ ആ ബാക്കപ്പിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ആദ്യത്തേത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഈ AWS ഇരിക്കുന്നത് ഒരു ഡാറ്റാ സെൻറ്ററിലാണ്. അല്ലേ? അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസാസ്റ്റർ അങ്ങ് സംഭവിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന AWSൻ്റെ ഡാറ്റാ സെൻറ്റർ മൊത്തത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം പറ്റി അല്ലെങ്കിൽ ഹാർഡ്വെയർ അടിച്ചു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഈ EBS വോളിയം എന്ന് പറയുന്നത് ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്തോ SSDക്കകത്തോ ആയിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലേ? അതും ഒരു ഹാർഡ്വെയർ ആണ്. ആ ഹാർഡ്വെയറും അടിച്ചു പോകാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ EBS വോളിയം ഡിസ്കസ് ചെയ്ത സമയത്ത് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലേ? ഇത്ര, അതായത് 99.8% ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈവൻ ഹാർഡ്വെയറിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ പോവുകയോ അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റെയർ ഡാറ്റ ചിലപ്പം, അതായത് EBS വോളിയത്തിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാറ്റ പോയി പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ബാക്കപ്പ് പീരിയോഡിക് ആയിട്ട് നമുക്കൊരു ബാക്കപ്പ് നമ്മൾ വേറൊരു റീജിയണിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ വേറൊരു ഫയലിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിൻ്റെ അകത്തേക്കൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ചെയ്ത് പോയിട്ട് നമ്മൾ ഉണ്ടായിട്ടിരിക്കുന്ന ആ പ്രോബ്ലത്തിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലേ? അപ്പം നമുക്ക് ഈ ബാക്കപ്പ് എന്ന് പറയുന്നത് പേർപ്പസ് അതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് EBS വോളിയത്തിൻ്റെ പർപ്പസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് EBS വോളിയത്തിൻ്റെ നമ്മളുടെ ഡെഫിനിഷനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. EBS സ്നാപ്‌ഷോട്ട് ഈസ് എ പോയിന്റ് ഇൻ ടൈം ഇൻക്രിമെൻ്റൽ ബാക്കപ്പ് ഓഫ് EBS വോളിയൂംസ് എന്ന് നമുക്ക് മാറ്റാം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ബാക്കപ്പ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി AWS കൺസോളിൽ പോയിട്ട് എങ്ങനെയാണ് ഒരു EBS സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ പോയിന്റ് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലാണ് നമ്മൾ സ്നാപ്‌ഷോട്ട് എടുക്കുന്നത്. അല്ലേ? നമ്മളുടെ ഒരു EBS വോളിയം ഇരിക്കുന്നുണ്ട്. ആ പർട്ടിക്കുലർ സമയത്തിലാണ് നമ്മൾ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 3 മണിക്കാണ് സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈവൻ ആ ടൈമിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഈ EBS വോളിയത്തിൻ്റെ അകത്തേക്ക് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിലും നമ്മൾ സ്നാപ്‌ഷോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ 3 മണിക്കാണ് എടുത്തതെങ്കിൽ കറക്റ്റ്ലി ആ 3 മണിക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാ ഫുൾ
IO ഓപ്പറേഷൻസും നമ്മളുടെ ഫയലിലുണ്ടാവും. അപ്പം നമ്മൾ സ്നാപ്ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ആക്റ്റീവ്ലി യൂസിങ് ആണെങ്കിൽ കൂടി പാർഷ്യൽ ആയിട്ടിരിക്കുന്ന ഒരു സാധനം ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്ഷോട്ടിൽ വരില്ല എന്നുള്ളത് AWS എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് പാർഷ്യൽ ആയിട്ടിരിക്കുന്ന IO ഓപ്പറേഷൻ കാരണം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റ അതിൻ്റെ അകത്ത് വരാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് AWS എൻഷുർ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഡാറ്റാബേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് അത് മൾട്ടിപ്പിൾ IO ഒക്കെ ചെയ്തിട്ടായിരിക്കും ചിലപ്പം ചില സാധനങ്ങളുടെ എൻഡെയർ കൺസിസ്റ്റൻസി ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സ്നാപ്ഷോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ആപ്ലിക്കേഷൻ ഡെവലപ്പർ ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. എപ്പോഴേക്കാണ് സ്നാപ്ഷോട്ട് എടുക്കേണ്ടത്, ആ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന പാർഷ്യൽ ആയിട്ടിരിക്കുന്ന ട്രാൻസാക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ ചെയ്യണം. അത് നമുക്ക് പിന്നീട് ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ തീരുമാനിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേങ്കിൽ ഒരു കാര്യം AWS എൻഷുർ ചെയ്യുന്നത് പാർഷ്യൽ ആയിട്ടിരിക്കുന്ന ഒരു IO ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പോയിന്റ് ഇൻ ടൈം എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ എടുക്കുമ്പോഴുള്ള കാര്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ബാക്കപ്പ് ആണ്. അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളുടെ കയ്യിൽ ഒരു വോളിയം ഉണ്ട്. ആ വോളിയത്തിന് നമ്മൾ സൈസ് കൊടുത്തിരിക്കുന്നത് 15 GB ആണ്. ഓക്കെ, ആ 15 GBക്കകത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മൾ ഒരു EBS വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹാർഡ് ഡിസ്കിൻ്റെ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ 15 GB ഉള്ള ഒരു വോളിയമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 10 GB ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. 5 GBക്കകത്ത് ഡാറ്റയൊന്നും ഇല്ലാത്ത സിറ്റുവേഷനാണ്. ഈ മൊമെൻറ്റിലാണ് നമ്മൾ സ്നാപ്ഷോട്ട് എടുക്കുന്നതെങ്കിൽ ഒരു ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ എത്രയുണ്ടോ ആ ഡാറ്റയ്ക്ക് അനുസരിച്ചിരിക്കുന്ന സ്നാപ്ഷോട്ടിൻ്റെ സൈസ് മാത്രമേ ഈ AWS ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇവിടെ 15 GB ആണ് വോളിയത്തിൻ്റെ സൈസ് എങ്കിലും നമ്മളുടെ ഡാറ്റ 10 GB മാത്രമുള്ളത് കൊണ്ട് അവൻ സ്നാപ്ഷോട്ടിൻ്റെ സൈസ് 10 GB ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ സ്നാപ്ഷോട്ടിന് നമ്മൾ ഒരു അഡീഷണൽ പൈസ കൊടുക്കണം. EBS വോളിയത്തിന് നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ പ്രൈസിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ സ്നാപ്ഷോട്ടിനും പൈസ കൊടുക്കണം. പക്ഷേങ്കിൽ സ്വാഭാവികമായിട്ടും EBS വോളിയത്തിന് നമ്മൾ കൊടുക്കുന്ന അത്ര പൈസ നമ്മൾ സ്നാപ്ഷോട്ടിന് കൊടുക്കേണ്ടി വരില്ല. അപ്പം സ്നാപ്ഷോട്ട് എത്ര സൈസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്നാപ്ഷോട്ടിന് പൈസ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് 15 GB വോളിയം ഉണ്ടെങ്കിലും എൻ്റെയർ 15 GB ക്രിയേറ്റ് ചെയ്തില്ല. സ്നാപ്ഷോട്ട് വരുമ്പോൾ നമ്മളുടെ ഡാറ്റ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടിരിക്കുന്ന സൈസിലിരിക്കുന്ന ഒരു സ്നാപ്ഷോട്ടേ ക്രിയേറ്റ് ആകത്തുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നു നമുക്ക് മൾട്ടിപ്പിൾ സ്നാപ്ഷോട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതായത് ഒരേ പർട്ടിക്കുലർ വോളിയത്തിൻ്റെ തന്നെ നമുക്ക് ഏതൊരു മൊമെൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്നാപ്ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഒരേ വോളിയത്തിൻ്റെ തന്നെ മൾട്ടിപ്പിൾ സ്നാപ്ഷോട്ടുകൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്നാപ്ഷോട്ട് എടുത്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേയിൽ ഇരിക്കുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് സ്നാപ്ഷോട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിവേർട്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ സ്നാപ്ഷോട്ടുകൾ ഉണ്ടാക്കാം. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു സ്നാപ്ഷോട്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ സ്നാപ്ഷോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ വോളിയത്തിൻ്റെ അവസ്ഥ 15 GB ഉള്ള വോളിയമാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ 4 GB മോഡിഫൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഓൾറെഡി ഒരു 10 GB ഉണ്ടായിരുന്നു. അതിൻ്റെ സ്നാപ്ഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്നാപ്ഷോട്ട് A എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പം ഓൾറെഡി ഇരിക്കുന്ന 10 GBക്കകത്ത് 4 GB ഞാൻ മോഡിഫൈ ചെയ്ത് അതിനുശേഷം ഞാനൊരു സ്നാപ്ഷോട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവനൊരു 10 GBയുടെ ഒരു സ്നാപ്ഷോട്ട് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് 4 GB മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്നാപ്ഷോട്ട് Bക്കകത്ത് ഇവൻ ഈ എൻ്റെയർ സാധനത്തിന് വീണ്ടും ക്രിയേറ്റ് ചെയ്യത്തില്ല. അതായത് 10 GB സ്നാപ്ഷോട്ട് Aയ്ക്കും 10 GB സ്നാപ്ഷോട്ട് Bക്കും ഉണ്ടാവില്ല. പകരം ഈ മോഡിഫൈ ചെയ്ത സാധനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവൻ പുതിയൊരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയിരിക്കുന്ന മോഡിഫൈ ചെയ്യാത്ത ഡാറ്റയെല്ലാം അവൻ പ്രീവിയസ് ആയിട്ടിരിക്കുന്ന സ്നാപ്ഷോട്ടിൽ നിന്ന് റെഫർ ചെയ്യും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാപ്ഷോട്ട് Bക്ക് ഇനി നമ്മൾ 10 GBയുടെ ഇത് കൊടുക്കേണ്ട കാര്യമില്ല, 4 GBയുടെ കൊടുത്താൽ മതി. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ വീണ്ടും സ്നാപ്ഷോട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റിൽ നിങ്ങൾ EBS വോളിയത്തിന് പൈസ കൊടുക്കണം, ഈ 10 GB സ്നാപ്ഷോട്ടിൻ്റെ പൈസ കൊടുക്കണം. വീണ്ടും ഒരു സ്നാപ്ഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 10 GBയുടെ കൊടുക്കണ്ട. പക്ഷേ ഈ സ്നാപ്ഷോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, അതായത് മോഡിഫൈ ചെയ്ത് പ്രീവിയസിൻ്റെ അകത്ത് നിന്ന് മോഡിഫൈ ചെയ്തിരിക്കുന്ന കണ്ടന്റ് സൈസ് എത്രയുണ്ടോ അതിന് മാത്രം കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 4 GB ആയിരുന്നു മോഡിഫൈ ചെയ്തത്.
അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 ജിബിക്ക് പൈസ കൊടുത്താൽ മതി. അപ്പം ഈ 3 എണ്ണത്തിനും കൊടുക്കേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ബാക്കപ്പ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും വീണ്ടും നമ്മൾ ഒരേ വോളിയത്തിൻ്റെ തന്നെ സ്നാപ്‌ഷോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവൻ എൻ്റയർ വോളിയത്തിന് വീണ്ടും വീണ്ടും സ്നാപ്‌ഷോട്ടിൽ എടുത്ത് വെക്കത്തില്ല. പകരം മോഡിഫൈ ചെയ്ത കണ്ടന്റിനെ മാത്രമേ സ്നാപ്‌ഷോട്ടിൽ എടുത്ത് വെക്കത്തുള്ളൂ. ഓക്കെ. എന്നിട്ട് അവൻ ഇന്റേണലി മാനേജ് ചെയ്തുകൊള്ളും ഈ പറഞ്ഞിരിക്കുന്ന മോഡിഫൈ ചെയ്യാത്തതും കാര്യങ്ങളെല്ലാം. അപ്പം നമുക്കൊരു ഗുണം കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ മോഡിഫൈ ചെയ്ത സാധനത്തിന് വേണ്ടി മാത്രം നമ്മൾ കാശ് കൊടുത്താൽ മതി. ഇത് തന്നെയാണ് നമ്മൾ മൂന്നാമതൊരിക്കുന്ന ഒരു സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. അവൻ 2ൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം മാത്രമേ ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മൾ 2 GB ഡാറ്റ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്നാപ്‌ഷോട്ട് സിക്കകത്ത് 2 GB മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ പ്രീവിയസ് സാധനത്തിൻ്റെ അകത്ത് പോയിട്ട് റെഫർ ചെയ്തെടുത്തോളും. അപ്പം നമ്മൾ സ്നാപ്‌ഷോട്ട് സിക്ക് നമ്മൾ 2 GB യുടെ പൈസ മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെയാണ് AWSൻ്റെ അകത്തിരിക്കുന്ന സ്നാപ്‌ഷോട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് സ്നാപ്‌ഷോട്ടിന് കൊടുക്കേണ്ട പൈസ നമുക്ക് കുറഞ്ഞ് കിട്ടും. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റുകളിലിരിക്കുന്ന സ്നാപ്‌ഷോട്ടുകളെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സ്നാപ്‌ഷോട്ട് നമുക്ക് AWSൻ്റെ കൺസോളിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ EC2ൻ്റെ സർവീസിൻ്റെ കൺസോളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വോളിയം ഉണ്ട്. വോളിയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾക്കിവിടെ 2 വോളിയംസ് ഉണ്ട്. അപ്പം ഈ 2 നമുക്ക് ഏതൊക്കെ വോളിയംസ് ഉണ്ടോ ആ വോളിയത്തിനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പം നമ്മൾ ഒരു വോളിയത്തിന് എങ്ങനെ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൻ്റെ അകത്ത് സ്നാപ്‌ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ ക്രിയേറ്റ് സ്നാപ്‌ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്രിയേറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് വോളിയത്തിൻ്റെ സ്നാപ്‌ഷോട്ടും ക്രിയേറ്റ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇൻസ്റ്റൻസിൻ്റെ സ്നാപ്‌ഷോട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോളിയത്തിൻ്റെ സ്നാപ്‌ഷോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വോളിയത്തിൻ്റെയും സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വോളിയത്തിൻ്റെ ഒന്ന് സ്നാപ്‌ഷോട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വോളിയമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് വോളിയത്തിൻ്റെ സ്നാപ്‌ഷോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചൂസ് ചെയ്തെടുക്കണം. നമ്മളൊന്ന് ഇവിടെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. മേ ബി നിങ്ങൾ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്റ്റേറ്റെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സ്നാപ്‌ഷോട്ടിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റിൻ്റെ സ്റ്റേറ്റ് എന്താണോ അതിനെയൊക്കെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിടാം. ഓക്കെ. ടാഗും വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിടാം. ടാഗിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിച്ചെടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് സ്നാപ്‌ഷോട്ട് ഇത്ര മാത്രം മതി. ക്രിയേറ്റ് സ്നാപ്‌ഷോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ബാക്ക്ഗ്രൗണ്ടിൽ അവൻ നമ്മളുടെ വോളിയത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റുകളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്‌ഷോട്ടിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഇന്റേണലി എടുത്ത് വെക്കുന്നത് S3ക്കകത്തായിരിക്കും. S3 എന്ന് പറയുന്ന സ്റ്റോറേജ് സർവീസ് ഉണ്ട്. നമ്മൾ ഈ EBS വോളിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് അതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും എടുത്ത് വെക്കുന്നത്. പക്ഷേ S3 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന EC2ൻ്റെ കൺസോൾ വെച്ച് മാത്രമേ നമുക്ക് ആ സ്റ്റോറേജിനെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റഡും ആണ്. അവൻ പ്രോപ്പർലി സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് മേ ബി എപ്പോഴൊക്കെ നിങ്ങൾക്ക് സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മേ ബി നിങ്ങൾ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റാളേഷൻ EBS വോളിയത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫയൽ മോഡിഫിക്കേഷൻ EBS വോളിയത്തിൻ്റെ അകത്തൊക്കെ ചെയ്ത് അത് സ്റ്റേബിൾ ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം ആ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഫോമിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യാം. അല്ലേ? നമ്മൾ ഫോണിൻ്റെ അകത്തൊക്കെ നോർമലി ഫാക്ടറി റീസെറ്റ് എന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു സാധനത്തിൻ്റെ അകത്ത് നിന്ന് അവൻ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്‌ഷോട്ടിനെ ഒരു മൊമെന്റിൽ നിങ്ങളുടെ EBS വോളിയത്തിൻ്റെ ഒരു മൊമെന്റിൽ സ്നാപ്‌ഷോട്ട് ആക്കി മാറ്റാം. ആ സ്നാപ്‌ഷോട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്നാപ്‌ഷോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരേ വോളിയത്തിൻ്റെ തന്നെ നമ്മൾ B ആയിരുന്നു ഇവിടെ നിന്ന് എടുത്തിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്നാപ്‌ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിടാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വോളിയത്തിൻ്റെ എപ്പോഴൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പ്യുവർലി തീരുമാനിക്കേണ്ടത് നിങ്ങളായിരിക്കണം. ഓക്കെ.
അപ്പം ഇനി ഇതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു മൊമെന്റിൽ നമുക്കിത് റീസ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു EBS വോളിയം ഉണ്ട്. ആ EBS വോളിയത്തിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്ഷോട്ടിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ AWSൻ്റെ അകത്തില്ല. പക്ഷേ ഇതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഏത് സ്നാപ്ഷോട്ടാണോ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത് അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആക്ഷൻ്റെ അകത്ത് ക്രിയേറ്റ് ഫ്രം സ്നാപ്ഷോട്ട്, ക്രിയേറ്റ് വോളിയം ഫ്രം സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വോളിയം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു വിൻഡോ വരും. അപ്പം ഈ വിൻഡോ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എൻറ്റിയർലി നമ്മളുടെ സ്നാപ്ഷോട്ടിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എൻറ്റിയർലി ന്യൂ ആയിട്ടിരിക്കുന്ന ഒരു EBS വോളിയമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, EBS വോളിയമാണ്. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ഇരിക്കുന്ന മെയിൻ വോളിയം, അതായത് സോഴ്സ്, ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം അവിടെ തന്നെ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ പുതിയതായിട്ടിരിക്കുന്ന ഒരു വോളിയമാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ വോളിയത്തിൻ്റെ അകത്ത് ഈ സ്നാപ്ഷോട്ടിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റ് AWS കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് സംഭവിച്ചു, നമ്മളുടെ ആ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മളുടെ വോളിയം എങ്ങനെ ഉണ്ടായിരുന്നോ അതേ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പുതിയ വോളിയത്തിന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ നമ്മളുടെ പഴയ വോളിയത്തിനെ റീപ്ലേസ് ചെയ്യാൻ, റീസ്റ്റോർ ചെയ്യാനൊക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് ആ വോളിയത്തിനെ ഡിറ്റാച്ച് ചെയ്ത് അൺമൗണ്ട് ഒക്കെ ചെയ്ത് മാറ്റിയും എടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്നാപ്ഷോട്ടിൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു പുതിയ വോളിയം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ വോളിയം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്നാപ്ഷോട്ട് നമ്മൾ വോളിയത്തിൻ്റെ അകത്തേക്ക് റീസ്റ്റോർ ചെയ്തെടുക്കുന്നത്. നേരിട്ട് നമ്മളുടെ വോളിയത്തിൻ്റെ അകത്തേക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ AWSൻ്റെ അകത്തില്ല. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളാണ് നമ്മൾ സ്നാപ്ഷോട്ടിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു കാര്യം കൂടിയുണ്ട്, ലൈഫ് സൈക്കിൾ മാനേജർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണല്ലോ അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് CLIയോ അല്ലെങ്കിൽ PowerShell സ്ക്രിപ്റ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ദിവസവും ഒരു സ്നാപ്ഷോട്ട് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന റിട്ടൻഷൻ പോളിസീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് സൈക്കിൾ മാനേജർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഓപ്ഷൻ കണ്ടല്ലോ അല്ലേ, ഒരു പരിപാടിയുണ്ട്. അത് ഷെഡ്യൂൾ ചെയ്യാനുള്ള, സ്നാപ്ഷോട്ട് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ബിഗിനർ ലെവലിൽ അത് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറേ കൂടി നമ്മൾ കോഴ്സ് മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാനും അതെന്താണ് എന്നുള്ളതും അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതും റിസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും പ്രൈസിങ് ഒരു കൺസേൺ ആണല്ലോ അല്ലേ. ക്ലൗഡിൽ എല്ലായ്പ്പോഴും പ്രൈസിങ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ്. നമ്മൾ EBSൻ്റെ മറ്റേ നമ്മളുടെ ബില്ല് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേ സെയിം പേജിൽ തന്നെ നിങ്ങൾ അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്ഷോട്ടിന് എത്ര പൈസ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത് പറഞ്ഞ് ആർക്കൈവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോലെയുള്ള സ്നാപ്ഷോട്ടുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ നേരത്തെ EBS വോളിയം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൈസിങ്ങും വരുന്നത്. ഇത്ര GBക്ക് ഒരു മാസത്തേക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടാണ്, അതായത് 0.05 എന്ന് പറയുന്ന പൈസയാണ് വരുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ റീജിയൻ സ്പെസിഫിക് ആണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ EBS വോളിയത്തിന് 0.0192 എന്ന് പറയുകയാണെങ്കിൽ ഇത് അതിനെക്കാട്ടും വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു പ്രൈസ് മോഡലിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സ്നാപ്ഷോട്ട് വരുന്നത്. അപ്പം ഒരുപാട് സ്നാപ്ഷോട്ടുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഒരുപാട് കാശ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടും വരും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു രീതിയിൽ സ്നാപ്ഷോട്ടുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പക്ഷേ സ്നാപ്ഷോട്ടുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡാറ്റ ലോസ് എന്ന് പറയുന്നത്, ഡാറ്റ പോവുക എന്ന് പറയുന്നത് വളരെ ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഡാറ്റ ആണെങ്കിൽ കൂടി ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിലോട്ട് ഡെവലപ്മെൻറ്റ് ടീം ആ പറഞ്ഞിരിക്കുന്ന മെഷീനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന അവരുടെ ഒരുപാട് ടൈം പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മളൊരു സ്റ്റേബിൾ സ്റ്റേറ്റിനെ നമ്മൾ സ്നാപ്ഷോട്ടുകളായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കപ്പ് ഒക്കെ ചെയ്ത് റിസ്റ്റോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു സേഫ് ആയിട്ടിരിക്കുന്ന കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ സ്നാപ്ഷോട്ടുകളെ പറ്റി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ബൈ.